अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु व अशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश्शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्हम्दुलिल्लाहि रब्बिल आलमीन। अर्रहमानिर रहीम। मालिकि यौमिद्दीन। इय्याका नअबुदु व इय्याका नस्तईन। इहदिनस सिरातल मुस्तक़ीम। सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। इन्ना अरसलना इलैकुम रसूलन शाहिदन अलैकुम कमा अरसलना इला फ़िरऔन रसूला। ഈ ആയത്തിൻ്റെ തർജ്ജമ ഇപ്രകാരമാകുന്നു: ഞാൻ നിങ്ങളിലേക്ക് ഒരു പ്രവാചകനെ അയച്ചിരിക്കുന്നു, അവൻ നിങ്ങൾക്ക് മേൽനോട്ടക്കാരനാകുന്നു, ഫിറൗനിലേക്ക് പ്രവാചകനെ അയച്ചതുപോലെ. ഇന്ന് ഖാദിയാനിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഭാരതിൻ്റെ ജൽസ സാലാന അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് രാഷ്ട്രങ്ങളിലും ജൽസ സാലാന ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ നടക്കുന്നുണ്ട്. ഇന്നും ഈ സമയത്ത് ഈ വിവിധ രാഷ്ട്രങ്ങളിൽ, അതായത് സെനിഗാൾ, ടോഗോ, ഗിനി കനാക്കരി, ഗിനി ബസൗ, ഈ എല്ലാ രാഷ്ട്രങ്ങളും ലൈവായി ട്രാൻസ്മിഷനിൽ അവരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ട്രാൻസ്മിഷൻ നടന്നിരിക്കുക. ഞങ്ങളെ അവർക്ക് ഞങ്ങളെയും കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി അള്ളാഹു ചെയ്ത വാഗ്ദാനങ്ങൾ, ഞാൻ നിൻ്റെ ഭൂമിയുടെ അറ്റങ്ങളോളം നിൻ്റെ പേരിനെ ഞാൻ അന്തസ്സോട് നിലനിർത്തുന്നതാണ്, നിൻ്റെ സ്മരണ ഞാൻ ഉയർത്തുന്നതാണ്, നിൻ്റെയോടുള്ള സ്നേഹം ഞാൻ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്നതാണ്. ജഅൽനാക്കൽ മസീഹ് ഇബ്നു മറിയം, ഞാൻ നിന്നെ മസീഹ് ഇബ്നു മറിയമായി നിയോഗിച്ചിരിക്കുന്നു. അവരോട് പറയുക, ഞാൻ ഈസയുടെ കാലടികളിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും ജൽസകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം ഇസ്ലാമിൻ്റെ പേര് വളരെയധികം ആദരവോടുകൂടി ഉയർത്തപ്പെടുന്നു. ആ പേരിൻ്റെ സംബന്ധിച്ചുള്ള മുദ്രാവാക്യങ്ങൾ എല്ലാം തന്നെ അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു. ആ മഹാത്മാവ് തന്നെയാണ് മസീഹ് മൗഊദും മഹ്ദി മൗഊദുമായി വന്നിട്ടുള്ളത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനങ്ങൾ അനുസരിച്ച് വന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദാസ്യത്വത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഖാദിയാനിൻ്റെ ആ പവിത്ര ഭൂമി 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ പ്രദേശം മാത്രമായിരുന്നു. ഇന്ന് അതൊരു ഭംഗിയുള്ള നാടായി മാറിയിരിക്കുന്നു. മറിച്ച് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും അതിൻ്റെ പ്രസിദ്ധി എത്തിയിരിക്കുന്നു. ഈ പ്രസിദ്ധി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരുകൊണ്ടാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ മസീഹ് ഇസ്ലാമുമായി ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ മുഖേനയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഈ നാട്ടിൽ ലോകത്തിൻ്റെ ഡസൻ കണക്കിന് നാട്ടിലുള്ള ആളുകൾ ജൽസസാലനയിൽ പങ്കെടുക്കുന്നതിന് എത്തിയിരിക്കുന്നു. ഇപ്പോൾ 42 രാഷ്ട്രങ്ങളിലുള്ള പ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
മറ്റ് രാഷ്ട്രങ്ങളുടെ നാടുകളുമുണ്ട്, അറേബ്യൻ നാട്ടിലെ ആളുകളുണ്ട്, അവിടെ ആഫ്രിക്കൻ നാടുകളിലെ അവിടെ എത്തിയിരിക്കുന്നു, ഇന്തോനേഷ്യയിലും അതുപോലെ തന്നെ ദ്വീപുകളുടെ നാടുകളിലും ആളുകൾ എത്തിയിരിക്കുന്നു, യൂറോപ്പിലും അമേരിക്കയിലും ആസ്ട്രേലിയയിലെയും നാടിലുള്ള ആളുകളും അവിടെ എത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഈ ഭംഗി അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് കാണിച്ചു തരുന്നത്. ഒരു മനുഷ്യൻ ഒരു ചെറിയ സ്ഥലത്ത് താമസിക്കുന്നൊരു വ്യക്തി, അവിടേക്കുള്ള വഴികൾ വളരെ പ്രയാസകരമാണ്. ഒരു തരത്തിലുള്ള അവിടെയുള്ള എത്തുന്നതിനുള്ള മാർഗങ്ങൾ ശരിയായ രീതിയിലില്ല. ആ ആൾ വന്ന് പറയുന്നു, അള്ളാഹു എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, ഞാൻ നിന്റെ പേര് അന്തസ്സോടുകൂടി ഞാൻ പ്രസിദ്ധമാക്കുന്നതാണ്. പിന്നീട് ആ വാഗ്ദാനം വളരെ ഭംഗിയായി പൂർത്തിയാവുകയും ചെയ്തു. അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 14-ാം നൂറ്റാണ്ടിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സത്യദാസനായിക്കൊണ്ട് വരുമെന്ന് ഒരാളെ സംബന്ധിച്ച് പ്രവചനം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദീനിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള ഒരു പുതിയ സംവിധാനം ആരംഭിക്കണം. അത് പൂർത്തീകരിക്കുന്നതിനുള്ള സംവിധാനമാണ് അള്ളാഹു ചെയ്തുകൊണ്ടിരുന്നത്. ചുരുക്കത്തിൽ ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം മസീഹ് മൗഊദും മഹ്ദി മൗഊദുമാകുന്നു. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് ദീനിനെ പുനരുജ്ജീവിപ്പിക്കാൻ, അതുപോലെ തന്നെ ഇശാഅത്തിൻ്റെ പരിപൂർണത്തിന് വേണ്ടി വന്ന ആളാകുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഈ കാര്യത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇസ്ലാമിൻ്റെ പുനരുജ്ജീവനത്തിനുള്ള കാലഘട്ടം വന്നിരിക്കുന്നു. ദൗർബല്യങ്ങൾ അകറ്റുന്നതിനുള്ള കാലഘട്ടം വന്നിരിക്കുന്നു. ഇശാഅത്തിൻ്റെയും തബ്ലീഗിൻ്റെയും കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ പേരിന് മാത്രമുള്ള പണ്ഡിതന്മാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ശരിയായ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിതിരിപ്പിക്കുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലൊരു കാലം തീർച്ചയായും വരുന്നതാണ്, അവർക്ക് അംഗീകരിക്കേണ്ടതായി വരുന്നതാണിത്. അതും ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാകുന്നു. അവസാനം ഈ ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. ഈ സമയത്ത് ഞാൻ ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ആഗമനവും സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പിന്തുണയും സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്തിൽ അതിൻ്റെ വളരെ മനോഹരമായ ആത്മീയ ജ്ഞാനങ്ങളെ തഫ്സീർ ചെയ്തുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലുള്ള ചില ഉദ്ധരണികൾ ഞാൻ കേൾപ്പിക്കാം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ചോദ്യം എന്തെന്നാൽ, മസീഹ് മൗഊദിന് ഈ ഉമ്മത്തിൽ വരേണ്ട ആവശ്യം എന്താണ്? അതിനുള്ള മറുപടി എന്തെന്നാൽ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വാഗ്ദാനം ചെയ്തത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലഘട്ടത്തിൻ്റെ നുബുവത്തിൻ്റെയും ആദ്യത്തിൻ്റെയും അവസാനത്തെയും അടിസ്ഥാനത്തിൽ മൂസയുമായി സാദൃശ്യമുള്ള വ്യക്തിയാകുന്നു. അതുകൊണ്ട് ആ സാദൃശ്യം ഒന്ന് ആദ്യ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തന്നെ കാലഘട്ടമായിരുന്നു. മറ്റൊന്ന് അവസാന കാലഘട്ടമാണ്. അതുകൊണ്ട് ആദ്യത്തെ സാദൃശ്യം മനസ്സിലാക്കി തരുന്നത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഫിറഔൻ്റെയും അതുപോലെ തന്നെ സൈന്യത്തിന് മേൽ വിജയം നൽകിയതുപോലെ അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അവസാനം അബൂജഹലിൻ്റെ മേലും ആ കാലഘട്ടത്തിൽ ഫിറൗനായിരുന്നു. അതുപോലെ തന്നെ അയാളുടെ സൈന്യത്തിന് മേൽ വിജയം നൽകി. അവരെല്ലാവരെയും നശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അറേബ്യൻ നാടിൽ മുഴുവനും സുസ്ഥാപിതമാക്കി. ഈ അള്ളാഹുവിൻ്റെ സഹായം മുഖേന പൂർത്തീകരിക്കപ്പെട്ടത് ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽന ഇലാ ഫിറൗന റസൂല എന്നുള്ള ആയത്തിൻ്റെ പ്രവചനമാണ്. അവസാന കാലഘട്ടത്തിൽ ഈ സാദൃശ്യം അള്ളാഹു മൂസ നബിയുടെ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ തന്നെ ഒരു നബിയെ നിയോഗിച്ചു. അദ്ദേഹം ദീനീപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള യുദ്ധങ്ങളും അദ്ദേഹം ചെയ്തില്ല, മറിച്ച് സമാധാനവും അതുപോലത്തെ സഹിഷ്ണുതയുമാണ് പഠിപ്പിച്ചത്. അദ്ദേഹം വന്നത് ബനി ഇസ്രായേലിൻ്റെ ധാർമ്മികാവസ്ഥ വളരെ മോശമായിട്ടുള്ള കാലഘട്ടമായിരുന്നു അന്ന്. അവരുടെ എല്ലാ നടപ്പും വളരെ മോശമായ രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ രാജാധികാരം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കൃത്യം 14 നൂറ്റാണ്ടിന് ശേഷമാണ് സംഭവിച്ചത്. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ നുബുവത്തിൻ്റെ ശൃംഖല അവിടെ അവസാനിച്ചു. ആ ഇസ്രായേൽ നുബുവത്തിൻ്റെ അവസാനത്തെ ഇഷ്ടികയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാന കാലഘട്ടത്തിൽ മസീഹ് ഇബ്നു മറിയം വീണ്ടും സിഫത്തിൽ
ഈ വിനീതിനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. എൻ്റെ കാലഘട്ടത്തിൽ ഈ ജിഹാദിൻ്റെ ഈ സംവിധാനത്തെ അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നു. നേരത്തെ ഇതിനെ സംബന്ധിച്ച് പ്രവചനം നൽകിയതാണ്. മസീഹ് മൗദിൻ്റെ കാലഘട്ടത്തിൽ ജിഹാദിനെ മാറ്റിവെക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശം നൽകിയിരിക്കുന്നു. ഞാൻ വന്ന കാലഘട്ടം ആന്തരികമായിട്ടും മുസ്ലിങ്ങളുടെ അവസ്ഥ യഹൂദികളുമായിട്ട് വളരെ മോശമായ അവസ്ഥയിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റുഹാനിയത്തില്ലാതായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അനാചാരങ്ങളും മാത്രമായി തീർന്നിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇതിലേക്ക് നേരത്തെ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, മസീഹ് മൗദിൻ്റെ പ്രവചനം ഹദീസുകളിൽ മാത്രമല്ല, മഹാത്മാവ് പറയുകയാണ്, വിശുദ്ധ ഖുർആനിലും വളരെ വ്യക്തമായ രീതിയിൽ അതിൻ്റെ സൂചനകൾ വരാനുള്ള മസീഹിനെ സംബന്ധിച്ച് സുവാർത്ത നൽകിയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഏത് രീതിയിലാണോ ഇസ്രായേലി നുബുവത്തിൻ്റെ ഖിലാഫത്ത് സ്ഥാപിതമായത് അതേ വിധത്തിൽ ഇസ്ലാമിനും ഉണ്ടാകുന്നതാണ്. ഈ വാഗ്ദാനം മസീഹ് മൗദിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള സുവാർത്തയാണ് നൽകുന്നത്. കാരണം ഖിലാഫത്തിൻ്റെ ശൃംഖല പ്രവാചകൻ അംബിയ ബനി ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മൂസ അലി ഇസ്ലാമിൽ നിന്നാണ് ആരംഭിച്ചത്. അത് പിന്നീട് 14-ാം നൂറ്റാണ്ടിന് ശേഷം അതിർത്ത് ഈസ അലി ഇസ്ലാമോട് അവസാനിച്ചു. ഈ നിസാം ഖിലാഫത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ യഹൂദികളുടെ മസീഹ് മൗദ് അദ്ദേഹം വരേണ്ട സംബന്ധിച്ച് സന്തോഷ വാർത്ത യഹൂദികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അത് 14-ാം നൂറ്റാണ്ടിന് ശേഷം ഈസ മസീഹിൻ്റെ രൂപത്തിൽ വന്നു. ദരിദ്രനും വളരെ ദരിദ്രമായ അവസ്ഥയിൽ അദ്ദേഹം വന്നു. അങ്ങനെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ രണ്ട് ശൃംഖലയും തമ്മിലുള്ള ഖിലാഫത്തിൻ്റെ ബന്ധത്തെ, മുഹമ്മദി മൂസവി ശൃംഖലകളുമായുള്ള ബന്ധത്തെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അംഗീകരിക്കേണ്ടത് ഈ മുഹമ്മദിയ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിലും ഒരു മസീഹ് മൗദിന് വാഗ്ദാനം ചെയ്യപ്പെടേണ്ടതാണ്. മൂസവി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു മസീഹ് മൗദിനെ സംബന്ധിച്ച് വാഗ്ദാനം നൽകപ്പെട്ടതുപോലെ. അതുകൊണ്ട് ഈ സാദൃശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി രണ്ട് ശൃംഖലകൾക്കും വേണ്ടി ഏറ്റവും അനിവാര്യമായിട്ടുള്ള മറ്റൊരു സംഗതി, മൂസവി കാലഘട്ടത്തിൻ്റെ 14-ാം നൂറ്റാണ്ടിൽ മസീഹ് മൗദായി ബനി ഇസ്രായേൽ വന്നതുപോലെ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിന് ശേഷം ഈ കാലഘട്ടത്തിൽ മുഹമ്മദിയ ഖിലാഫത്തിൻ്റെ മസീഹ് മൗദ് വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇത് പൂർത്തീകരിക്കപ്പെടുന്നതിന് മറ്റൊരു കാര്യം എന്തെന്നാൽ, യഹൂദികളുടെ പണ്ഡിതന്മാർ ഖിലാഫത്ത് മസീഹ് മൗദിനെ കാഫിറെന്നും മുൽഹിദെന്നും ദജ്ജാലെന്നുമാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുഹമ്മദിയ ഖിലാഫത്തിൻ്റെ മസീഹ് മൗദിനെയും ഇസ്ലാമിലെ പണ്ഡിതന്മാർ കാഫിറെന്നും മുൽഹിദെന്നും ദജ്ജാലെന്നും വിളിക്കേണ്ടതാണ്. അങ്ങനെ ആ മറ്റൊരു സംഗതി പൂർത്തീകരിക്കാൻ വേണ്ടിയുമായിട്ടുള്ളത്, മൂസവി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ മസീഹ് മൗദ് വന്ന കാലഘട്ടം യഹൂദികളുടെ ധാർമ്മികാവസ്ഥ വളരെ മോശമായിട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അവരിൽ നിന്ന് ആത്മീയതയും വിശ്വസ്തതയും പരിശുദ്ധിയും രഞ്ജിപ്പിൻ്റെ കാര്യങ്ങളും എല്ലാത്തിലും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ രാജാധികാരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. മസീഹ് മൗദ് അവിടെ ആ കാലഘട്ടത്തിൽ അവിടെയാണ് വന്നത്. അതേപോലെ തന്നെ മുഹമ്മദിയ ഖിലാഫത്തിൻ്റെ മസീഹ് മൗദും സമൂഹത്തിൻ്റെ അത്രമായൊരു അവസ്ഥയിൽ വളരെ അങ്ങനെയുള്ളൊരു സമയത്താണ് വന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം വാദമുന്നയിച്ച സമയത്ത് ഞാനാണ് മസീഹ് മൗഊദ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. മസീഹ് മൗഊദിൻ്റെ കാലഘട്ടം സംബന്ധിച്ച് വിശുദ്ധ ഖുർആന്റെ പ്രവചനങ്ങൾ എന്തെല്ലാമാണുള്ളത് അത് സംബന്ധിച്ച് നോക്കാം. എത്രമാത്രം അത് വ്യക്തമായിട്ടാണ് പെട്ടതെന്ന് നോക്കുക, എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. അതിന് വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, വീണ്ടും ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് ആകാശത്തുനിന്നും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് സംഗതികൾ അതിന് ഉദാഹരണമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് വൈസൽ അർദ് മുദ്ദത്ത്, ആകാശം അതിനെ മുഴുവനായും അത് വൃത്തിയാക്കപ്പെടും. അവിടെ ഒരുപാട് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും ഭൂമി അത് പുറത്തേക്ക് പുറന്തള്ളുന്നതാണ്. അതായത് എല്ലാ തരത്തിലുള്ള ഭൗതികമായ സംഗതികളും ഭൗമികമായ സംഗതികളും എല്ലാം പുറത്തേക്ക് വരുന്നതാണ്. ഈ പ്രവചനവും പൂർത്തീകരിക്കപ്പെട്ടതായി നാം കാണുന്നു. കൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ അതിനൊക്കെ ഭൂമിയുടെ ആവശ്യങ്ങൾ തന്നെയാണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില രാജ്യങ്ങളിൽ അതുപോലത്തെ ഖനികളും എല്ലാം അവസാനിക്കുന്ന ഘട്ടമായി എത്തിയിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ വീണ്ടും പറയുന്നു വൈസൽ ഇഷാർ ഉത്തിലത്ത്,
ആ സമയത്ത് ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. അതിന് യാതൊരു വിലയും ഉണ്ടാകുന്നൊരു കാലഘട്ടമായിരിക്കുന്നതല്ല. വൈദസൂഫ് നുഷറത്, ആ സമയത്ത് ഗ്രന്ഥങ്ങൾ വളരെയധികം വിപുലപ്പെടുന്നതാണ്, അത് ഒരുപാട് പരത്തപ്പെടുന്നതാണ്. അതായത് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുപാട് വിശാലമാകുന്നതാണ്. ഇതെല്ലാം അച്ചടിശാലകളിലേക്കാണ് അതിൻ്റെ സൂചന നൽകുന്നത്. അത് അവസാന കാലം വളരെ വർദ്ധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ സംവിധാനങ്ങൾ പ്രസിദ്ധീകരണ സംബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ജലസ നടക്കുന്നതും ഈ ഒരു സംവിധാനത്തിലൂടെ തന്നെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അഹമ്മദിയത്. അല്ലാഹു അക്ബർ. പറയുന്നു വൈദൻ നുഫൂസു സുവ്വിജത്, ആ സമയത്ത് ആത്മാക്കൾ കൂട്ടുന്നതാണ്. അതായത് ആളുകൾ, സമൂഹങ്ങളും അതുപോലെ തന്നെ നാടുകളും എല്ലാം കൂടുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതായത് അവസാന കാലഘട്ടത്തിൽ വഴികളും എല്ലാം തുറക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ തപാലും മറ്റ് രീതിയിലുള്ള ബന്ധങ്ങളും എല്ലാം വർദ്ധിക്കുന്നതാണ്. ഒരു സമൂഹം വേറെ സമൂഹത്തുമായി കൂടിച്ചേരുന്നതാണ്. ദൂര സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളുമായിട്ടുള്ളവർക്കുള്ള ബന്ധങ്ങൾ ഉണ്ടായി വരുന്നതാണ്, സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതാണ്. ടി വി ഇൻ്റർനെറ്റും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള അതുപോലെ തന്നെ ആകാശീയ മാർഗങ്ങളുണ്ട്. ലോകങ്ങൾ ഇന്ന് ജനങ്ങളെല്ലാം കാതിരൊരുമിച്ച് കൂടുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഹദ്റത്ത് മുഹമ്മദ് ഇസ്ലാമിൻ്റെ തബ്ലീഗ് മുഖേന ലോകത്തിന് സന്ദേശം എല്ലാ ഭാഗങ്ങളിലും എത്തിയതിനുള്ള തെളിവുമാണിത്. വൈദൽ വുഹുഷു ഹുഷിറത്, ആ സമയത്ത് അധികൃതരായ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അതായത് അധികൃതരായിട്ടുള്ള ആളുകൾ അവർക്ക് കൂടുതൽ അവർക്ക് മനുഷ്യത്വവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് പഠിപ്പിക്കപ്പെടുന്നതാണ്, അവരുണ്ടാകുന്നതാണ്. അവർക്ക് ഭൗതികമായ സ്ഥാനങ്ങളും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് അവർ എത്തപ്പെടുന്നതാണ്. ഭൗതികമായ ജ്ഞാനങ്ങൾ വർദ്ധിക്കുന്നതിൽ അതിൽ വലിയവനും ചെറിയവനും വ്യത്യാസമുണ്ടായിരുന്നതല്ല. അത് മാത്രമല്ല താഴെക്കിടയുള്ളവന് കൂടുതലായിട്ട് അവൻ ഒരു വിജ്ഞാനം ആർജിക്കുന്നതാണ്. അതുപോലെ തന്നെ രാജാധികാരങ്ങൾ അവർക്ക് നൽകപ്പെടുന്നതാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വൈദൽ ബിഹാറു ഫുജിറത്, ആ സമയത്ത് കനാലുകൾ തുറക്കപ്പെടുന്നതാണ്, ഒരുപാട് കനാലുകൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കൃഷി ഉണ്ടാകുന്നതാണ്. വൈദൽ ജിബാൽ നുസിഫത്ത്, ആ സമയത്ത് പർവ്വതങ്ങൾ ധൂളീകരിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വലിയ വലിയ വഴികളും ഒക്കെ ഉണ്ടാക്കപ്പെടുന്നതാണ്, റെയിൽവേ ഉണ്ടാക്കപ്പെടുന്നതാണ്. കൂടാതെ പൊതുവായ രീതിയിലുള്ള അന്ധകാരം സംബന്ധിച്ചും പ്രവചനം നൽകപ്പെട്ടിട്ടുണ്ട്. പറയുന്നു ഇത് ഷംസു കുവ്വിറത്ത്, ആ സമയത്ത് സൂര്യന് ചുട്ടപ്പെടുന്നതാണ്. അതായത് ഒരുപാട് അന്ധകാരം, ജഹാലത്ത്, അതുപോലെ തന്നെ പാപങ്ങൾ ഒക്കെ അത് ലോകത്ത് പരക്കുന്നതാണ്. അന്ധകാരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇന്ന് ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദൻ നുജൂമുൻ കദറത്ത്, വൈദൻ നുജൂമുൻ കദറത്ത്, ആ സമയത്ത് നക്ഷത്രങ്ങൾ ഉതിർക്കപ്പെടുന്നതാണ്. അതായത് പണ്ഡിതന്മാരുടെ ആ പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. വൈദൻ കവാക്കിബു തസറത്ത്, ആ സമയത്ത് നക്ഷത്രങ്ങൾ ഉതിർക്കപ്പെടുന്നതാണ്. അതായത് ആ സമയത്ത് ദൈവികരായിട്ടുള്ള പണ്ഡിതന്മാർ ലോകത്തില്ലാതെ പോകുന്നതാണ്. അതായത് ഭൗതികമായ രീതിയിൽ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുക എന്നുള്ളതല്ല. അതായത് അതിൻ്റെ അർത്ഥം നക്ഷത്രങ്ങൾ ശരിയായ രീതിയിൽ ഭൂമിയിലേക്ക് വീഴുമെന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ സമയത്ത് ശരിയായ രീതിയിലുള്ള പണ്ഡിതന്മാർ അവരുണ്ടാകുന്നതല്ല. ഓർക്കുക, മസീമോദിൻ്റെ വരാനുള്ള കാലഘട്ടം സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ഇഞ്ചിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ അദ്ദേഹം വരുന്ന കാലഘട്ടം ഭൂമിയിൽ അന്ന് നക്ഷത്രം കുതിരിക്കപ്പെടുന്നതാണ്, സൂര്യനും ചന്ദ്രൻ്റെയും പ്രകാശം നഷ്ടപ്പെടുന്നതാണ്. ഈ പ്രവചനങ്ങൾ നമ്മൾ അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നത് ഒരിക്കലും തന്നെ ബുദ്ധി അംഗീകരിക്കാൻ സാധ്യമല്ല. അത് യഥാർത്ഥത്തിൽ സൂര്യൻ്റെ പ്രകാശം ഇല്ലാതെ പോകുമെന്നോ അല്ലെങ്കിൽ എല്ലാം നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുമെന്നോ അങ്ങനെ മനുഷ്യരെല്ലാം ഇവിടെ താമസിക്കുകയും ചെയ്യുക, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ മസീമോദ് വരിക എന്നത് സാധ്യമല്ല. അതൊരിക്കലും സാധ്യമല്ല. അതിനെ അക്ഷരാർത്ഥത്തിലെടുക്കാൻ സാധ്യമല്ല.
അങ്ങനെ എല്ലാം 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 നശിക്കുന്നൊരു കാലഘട്ടമായിരിക്കുമല്ലോ അങ്ങനെ വരികയാണെങ്കിൽ. ആ സമയത്ത് മസീമോദ് ഒന്ന് എന്ത് ചെയ്യാനാണ്? എങ്ങനെയാണ് അങ്ങനത്തെ മനുഷ്യനില്ലാത്തൊരു കാലഘട്ടത്തിൽ എന്തിനാണ് വരുന്നത്? പറയുന്നു, വീണ്ടും പറയുന്നു, ഇത് സമാൻ ഷക്കത്ത്, ആ സമയത്ത് ആകാശം പൊട്ടിപ്പിളരുന്നതാണ്. വൈദ സമാൻ ഫത്രത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയിലും മസീമോദിൻ്റെ ആഗമനം സംബന്ധിച്ച് ഇതുപോലത്തെ പ്രവചനമുണ്ട്. ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരിയായ രീതിയിൽ ആകാശം പൊട്ടി വീഴുമെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അതിൻ്റെ ഉദ്ദേശം അതായത് പൊട്ടിപ്പോയ സാധനം ഇല്ലാതായി പോകുന്നത് പോലെ ആകാശമായിട്ട് ഇല്ല, അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥ, അതായത് ആകാശത്തിനുള്ള ആത്മീയ ജ്ഞാനങ്ങൾ ഇല്ലാതായി പോകുന്നൊരു കാലഘട്ടമായിരിക്കുമെന്നാണ്. അതായത് ആത്മീയത നഷ്ടപ്പെടും. അതെന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നു. ആത്മീയത ഇല്ല എന്ന് എല്ലാവരും പറയുന്നു. മറ്റൊരു സ്ഥലത്ത് പറയുന്നു വൈദ റുസുലു കിത്തത്, അന്ന് പ്രവാചകന്മാർ സമയത്ത് വരുന്നതാണ്. ഇത് വാസ്തവത്തിൽ മസീമോദിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള സൂചനയാണ്. ഇതിനെ വിശദീകരിച്ചത് കൃത്യമായ സമയത്ത് വരുമെന്നതാണ്. ഇന്നത്തെ പണ്ഡിതന്മാർ മസീമോദിനെ അംഗീകരിക്കാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം അത് ഖിയാമത്തിൻ്റെ കാലഘട്ടമായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഖിയാമത്ത് വരുമ്പോൾ റസൂലുമാരെ ഒരുമിച്ച് കൂട്ടേണ്ട ആവശ്യം എന്താണ്? അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദാസ്യത്വത്തിൽ ഒരു പ്രവാചകൻ വരും. അത് എല്ലാ പ്രവാചകന്മാരുടെയും ഉമ്മത്തിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ് അദ്ദേഹം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാസ്യത്വത്തിലാണ് വരിക. ഇവർ ഈ നാമമാത്രമായ പണ്ഡിതന്മാർ ഈ ഒരു കാര്യം മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തുകളെല്ലാം വ്യക്തമാക്കി തരുന്നത് ഈ കാലഘട്ടം മസീമോദിൻ്റെ വരേണ്ട കാലഘട്ടമാകുന്നു. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം മസീമോദിൻ്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഹദീസിലെ പ്രവചനങ്ങളും എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. മസീമോദിൻ്റെ വരവോടൊപ്പം പുതിയ സവാരികൾ, വാഹനങ്ങൾ ഉണ്ടാകുന്നതാണ്. പറയുന്നു ഖിയാമത്തിൻ്റെ അടുത്ത കാലഘട്ടത്ത് ആയിട്ട് അന്ന് ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടും. ഇത് ഹദീസിൽ സഹീഹ് മുസ്ലിമിലും ഇത് പറഞ്ഞിട്ടുണ്ട്. യുത്രക്കുൽ ഖുലാസു വലാ അലൈക, അതായത് മസീമോദിൻ്റെ കാലഘട്ടത്തിൽ ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നതാണ്. അതിലാരും തന്നെ യാത്ര ചെയ്യുന്നതല്ല. ഇത് തീവണ്ടി ഉണ്ടാകുന്ന സംബന്ധിച്ചുള്ള സൂചനയാണ്. ഉന്നതമായ നല്ല രീതിയിലുള്ള വാഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. ഇതിൻ്റെ തർജ്ജമ ആ കാലഘട്ടത്തിൽ ചില ആളുകൾ മറ്റാളുകളുമായി കൂടിച്ചേരുന്നതാണ്. ഭൗതികമായ രീതിയിലുള്ള അകൽച്ചയില്ലാതായി തീരുന്നതാണ്. സഹീഹ് മുസ്ലിം ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അന്ന് ഒട്ടകങ്ങൾ ഇല്ലാതാക്കപ്പെടുന്ന കാലഘട്ടം അത് ഈ കാലഘട്ടമാണ്. വൈദൽ ഇഷാർ ഉത്തിലത്ത്, അത് ഹദീസ് യുത്രക്കുൽ ഖിലാസ് എൻ്റെ വിശദീകരണം തന്നെയാണ്. അത് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി തരുന്നത് ഈ സംഭവം തീവണ്ടി മസീമോദിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ചാണ്. ഈ കാലഘട്ടം നമ്മൾ കാണുകയും ചെയ്യുന്നു. മക്കയുടെയും മദീനയ്ക്കും ഇടയിലും ആദ്യം വഴികൾ, സാധാരണ പാതകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 5-6 വർഷമായി അവിടെ റെയിൽവേയും ആരംഭിച്ചിരിക്കുന്നു പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇതൽ ഉഷാറു ഇത്തല എന്നതിനർത്ഥം ഞാനിതാണ് പറയുന്നത്. ആ കാലഘട്ടം മസീമോദിൻ്റെ കാലഘട്ടമാണ്. ഈ ഹദീസ് അതിന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. റെയിൽവേ ആരംഭിച്ചിരിക്കുന്നു. അത് മസീമോദിൻ്റെ അടയാളമാകുന്നു. അതുകൊണ്ട് ഒരു വിശ്വാസി അംഗീകരിക്കേണ്ടതായി വരുന്നത് മസീമോദിൻ്റെ വെളിപ്പെട്ടിരിക്കുന്നത് അംഗീകരിക്കാൻ നിർബന്ധിതനാണ്. ചിന്തിച്ചു നോക്കുക, മക്കയ്ക്കും മദീനയിലും ഒട്ടകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ റെയിൽവേ തുടങ്ങുമ്പോൾ ഈ ആയത്തിനെയും ഹദീസിനും അത് പൂർത്തീകരിക്കപ്പെടുന്നതല്ലേ അന്ന്? അത് നോക്കുക, ഈ കാലഘട്ടത്തിൽ പൂർത്തിയായിട്ടില്ലേ? അത് അന്ന് എല്ലാ മനസ്സുകളും ഒരുമിച്ച് പറയും. ഇന്ന് മക്കയിലും മദീനയിലും അത് വ്യക്തമായ രീതിയിൽ പൂർത്തീകരിക്കുന്നത് പറയാൻ നിർബന്ധിതരായിത്തീരും. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, നാം മാത്രമായ മുസ്ലിങ്ങൾ അവരൊരിക്കലും തന്നെ എന്നോടുള്ള ഉറപ്പ് കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വ്യക്തമായൊരു പ്രവചനം പൂർത്തിയാക്കണ്ട എന്നാണ് അവർ കരുതുന്നത്. വിശുദ്ധ ഖുർആനിലും ഹദീസിൽ നിന്നും മസീമോദ് ഇസ്ലാം ഒരുപാട് അടയാളങ്ങൾ എടുത്ത് ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല തെളിയിച്ച് വ്യക്തമാക്കി തന്നത് ഈ കാലഘട്ടം മസീമോദിൻ്റെ ആഗമനത്തിൻ്റെ കാലഘട്ടമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിശദീകരണം തരാൻ ഇപ്പോൾ സാധ്യമല്ല. ഏതായാലും ഈ പ്രവചനങ്ങൾ എല്ലാം വിശദീകരിച്ചതിന് ശേഷം മഹാത്മാവ് പറയുന്നു, ആ വരാണ്ട മസീമോദ് ഞാൻ തന്നെയാകുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ വളരെ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ്,
ഞാൻ മസീമോദാണെന്നുള്ള എൻ്റെ പ്രഖ്യാപനം വളരെ വ്യക്തമായ പ്രതാപത്തോടു കൂടിയതാണ്. അതെല്ലാ നിലയ്ക്കും പ്രശോഭിതമായിക്കൊണ്ടിരിക്കുന്നു. ഏത് വിധത്തിൽ നോക്കുകയാണെങ്കിലും എൻ്റെ പ്രവചനം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന്, അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ രീതിയിലുള്ള ദിവ്യഭാഷണത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് 27 വർഷമായി തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ബറാഹിൻ അഹമ്മദിയുടെ അന്ന് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബറാഹിൻ അഹമ്മദി എഴുതിയ സമയത്തും ഞാൻ ആ പ്രവചനം ഞാൻ അന്ന് തന്നെ അതിൽ എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിന് 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി ബുദ്ധിമാനായ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും, കള്ളത്തിൻ്റെ കാലഘട്ടം ഇങ്ങനെ നീണ്ടുപോകാൻ സാധ്യമല്ല. കള്ളം എത്ര തരത്തിലുള്ള അവസ്ഥയിലാണെങ്കിലും, എങ്ങനെയുള്ള കള്ളം പറയുകയാണെങ്കിലും ശരി, ഇത്തരത്തിൽ നീണ്ട കാലത്തോളം അയാൾക്ക് ഒരു കുട്ടി ജനിച്ച് അതൊരു യുവാവായി തീരുന്ന അത്രയും കാലം, ഒരു കാലഘട്ടം വരെ അത് നീണ്ടു നിൽക്കാൻ സാധ്യമല്ല. അത് ബുദ്ധിമാനായിട്ട് ഒരാൾക്കും തന്നെ അത് അംഗീകരിക്കാനും സാധ്യമല്ല. അതായത് 27 വർഷങ്ങളായിക്കൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് കള്ളം പറയുകയും എല്ലാ ദിവസവും ഇൽഹാമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ഭാഗത്ത് നിന്ന് പ്രവചനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയും എല്ലാ ദിവസവും പുതിയ വാഗ്ദാനം നടത്തുകയും, അള്ളാഹു എന്നോട് ഈ ഇൽഹാം ചെയ്തു, അള്ളാഹു എന്നോട് ഇന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു, എനിക്ക് ഇറങ്ങിയിരിക്കുന്ന വാക്കുകളാണിത് എന്നെല്ലാം പറയുകയാണെങ്കിൽ അള്ളാഹു അതോട് പറയുകയും ചെയ്യുന്നു അയാൾ കള്ളവാനാണെന്ന് അറിയുകയും ചെയ്യുക, അയാൾക്ക് ഇൽഹാം ഉണ്ടായിട്ടില്ല എന്നും അള്ളാഹുയോട് സംസാരിച്ചിട്ടില്ല എന്നും അറിയും. അള്ളാഹു അങ്ങനെ അയാളെ ലേനത്തിയായി മനസ്സിലാക്കുന്നു, ശാപഗ്രസ്തരാണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ടും അയാളെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാം ഉണ്ടായിട്ടും കള്ളവനായിട്ടൊരാൾ അള്ളാഹു അയാളെ സഹായിക്കുമോ? അയാളുടെ ജമാഅത്തിന് പുരോഗതി നൽകുമോ? ഇത് വളരെ വിചിത്രമായിട്ട് സംഗതിയല്ലേ. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അയാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശത്രുക്കൾ അയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. മറ്റൊരു തെളിവ്, എൻ്റെ തെളിവിനുള്ള സത്സാക്ഷ്യത്തിലുള്ളൊരു തെളിവ് എന്തെന്നാൽ, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അതിന് വളരെ വ്യക്തമായ രീതിയിൽ അത് സ്ഥാപിക്കപ്പെടുന്നു. അതെന്തെന്നാൽ, ആ കാലഘട്ടം, അതായത് ആരും എന്നെ അറിയാത്തൊരു കാലഘട്ടത്തിൽ, ബറാഹിൻ അഹമ്മദിയുടെ കാലഘട്ടത്തിൽ, ഞാൻ തികച്ചും ആരും അറിയാതെ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ ഞാൻ ആ ഗ്രന്ഥം എഴുതുകയായിരുന്നു. അപ്പോൾ ആലിമുൽ ഗൈബായ അള്ളാഹു എൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് മറ്റാർക്കും അറിയില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അള്ളാഹു എനിക്ക് ചില പ്രവചനങ്ങൾ നൽകുകയുണ്ടായി. അത് ആ തികച്ചും ദരിദ്രമായും ഒറ്റപ്പെട്ടുമായ അവസ്ഥയിൽ ഞാൻ ബറാഹിൻ അഹമ്മദിൽ എഴുതി ഞാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ ലോകത്തു നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ, കാദിയയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവർ, ലോകത്ത് മുഴുവനും ഈ ജലസ കണ്ടുകൊണ്ടിരിക്കുന്ന അഹമ്മദികൾ, കേൾക്കുന്ന അഹമ്മദികൾ, അവരെല്ലാവരും അള്ളാഹുവിൻ്റെ ഈ തെളിവിനുള്ള ദൃഷ്ടാന്തമല്ലേ? കള്ളനായിട്ടുള്ളൊരാളും വ്യാജനായിട്ടുള്ളൊരാളും വ്യാജവാദിയായിട്ടുള്ളൊരാൾക്കാണോ ഇങ്ങനെ പ്രസിദ്ധി കിട്ടുക? ലോകത്ത് മുഴുവനും അയാളെ സംബന്ധിച്ച് മുദ്രാവാക്യം മുഴക്കപ്പെടുമോ? 130 വർഷത്തിലധികമായിട്ടുള്ള 134 വർഷമായിരിക്കുന്നു. ഈ ഓരോ ദിവസവും അഹമ്മദി ജമാഅത്തിനെ സംബന്ധിച്ചുള്ള പുരോഗതിയുടെ സുവാർത്തയുമായിട്ടാണ് ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലയോ അഹമ്മദി ജമാഅത്തിന്റെ ശത്രുക്കൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സിന്ദാബാദ്. അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ സഹായങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, എൻ്റെ മേൽ എൻ്റെ സമൂഹം ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. എനിക്ക് അവരുടെ ആക്ഷേപങ്ങൾ ഞാൻ ഗൗനിക്കുന്നത് പോലുമില്ല. ഞാൻ അതിന് അവരെ പേടിച്ചുകൊണ്ട് ഞാനിതെല്ലാം മറച്ചു വയ്ക്കുകയാണെങ്കിൽ അത് വളരെ വിശ്വാസവഞ്ചനയായിരിക്കും. അള്ളാഹു ഒരാൾക്ക് ഉൾക്കാഴ്ച നൽകുമ്പോൾ, അള്ളാഹു തന്നെ വഴി നടത്തുകയും ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ ദിവ്യഭാഷണത്താൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ, ഒരു എതിർപ്പുള്ള ഒരാൾ എന്തെങ്കിലും തെറ്റിദ്ധരണ കൊണ്ട് ഞാനിന്ന് പിന്മാറണം, എന്തിനാണ് ആകാശത്ത് ഉയർന്ന ആ സൂര്യനെ മാറി നിൽക്കണം, എനിക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഉണ്ടാകുന്ന ഈ എതിർപ്പുകളെ അവരെല്ലാം കുറ്റങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും എൻ്റെ കറാമത്ത് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. കാരണം ഞാൻ എല്ലാ തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള കുറവെന്നിലുണ്ടെങ്കിൽ, കോട്ടമുണ്ടെങ്കിൽ, ഞാൻ കദാബും ദജ്ജാലും അതുപോലെ തന്നെ കറ്റുകെട്ടി പറയുന്നവനും വിശ്വാസവഞ്ചകനുമാണെങ്കിൽ, ഞാൻ അതുപോലെ തന്നെ ഹറാമും തിന്നുന്നവനാണെങ്കിൽ, ഫിത്ന ഉണ്ടാക്കുന്നവനാണെങ്കിൽ, ഫാസിക്കും ഫാജിറുമാണെങ്കിൽ,
അള്ളാഹുവിൽ നിന്ന് ഞാൻ 30 വർഷമായിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനെ കെട്ടിവെട്ടി പറയുന്നവനാണെങ്കിൽ, ഞാൻ ചുറ്റും എല്ലാവരും തെറി പറയുന്നവനാണെങ്കിൽ, എൻ്റെ ഉള്ളിൽ ദ്രോഹം, അതുപോലെ തന്നെ തിന്മയും, അതുപോലെ തന്നെ സ്വാർത്ഥതയും അല്ലാതെ മറ്റൊന്നുമില്ലെങ്കിൽ, ഞാൻ ലോകത്തിന് വഞ്ചിക്കുന്നതിന് വേണ്ടി ഒരു കച്ചവടമാണ് തുടങ്ങിയതെങ്കിൽ, നൗസുബില്ല, അവർ പറയുന്നവരിൽ അള്ളാഹുൽ എനിക്ക് വിശ്വാസവുമില്ലെങ്കിൽ, ലോകത്തുള്ള ഒരു കോട്ടവും എന്നിൽ ഇല്ലാത്തതുമായിട്ടാണെങ്കിൽ, ഇതെല്ലാം ഉണ്ടായിട്ടും ലോകത്തുള്ള എല്ലാ തരത്തിലുള്ള കോട്ടങ്ങളും എന്നിലുണ്ടെങ്കിൽ, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എൻ്റെ നഫ്സിലുണ്ടെങ്കിൽ, ഞാൻ അനാവശ്യമായിട്ട് മറ്റാളുകളുടെ പൈസ ഞാൻ തന്നവനാണെങ്കിൽ, ഞാൻ പരിശുദ്ധരായിട്ടുള്ള ആളുകളാണ് പുറത്തുള്ളവരെങ്കിൽ, മലക്കുകളെ പോലെ പരിശുദ്ധരാണ് നിങ്ങളെങ്കിൽ, അവർ പറയുന്നത് അവർക്ക് സ്വയം പരിശുദ്ധന്മാരാണ്, മലക്കുകളാണെന്ന് പറയും, അവരെ ഞാൻ തെറി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ, എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് തിന്മയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങൾക്കുള്ള ഞാനായിരിക്കുകയും എനിക്കെതിരിൽ മലക്കുകളെ പോലുള്ള മറ്റുള്ള ആളുകൾ പരാജയപ്പെടുകയും ചെയ്യുന്നത്? ഞാനുമായിട്ട് മുബാഹല ചെയ്തിട്ടുള്ള ആളുകൾ അവരൊക്കെ പരാജയപ്പെട്ടു. എനിക്ക് മേൽ ശവപ്രാർത്ഥന ചെയ്തു, ആ ശവപ്രാർത്ഥന അവർക്ക് തന്നെ തിരിച്ചടിച്ചു. എനിക്ക് മേൽ ഏതെങ്കിലും ഇതിലുള്ള കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസിൽ അവരാണ് പരാജയപ്പെട്ടത്. അവർ സംഭവിക്കേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ള മത്സരത്തിൽ ഞാനല്ലേ പരാജയപ്പെടേണ്ടിയിരുന്നത്, എനിക്കല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നത്. എന്നാൽ എൻ്റെ മുന്നിൽ ആർക്കും വരേണ്ട ആവശ്യം തന്നെ എന്തായിരുന്നു? കാരണം കുറ്റവാളികളെ അള്ളാഹു ശത്രുവാകുന്നു. നിങ്ങൾ സ്വയം ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇത് വിപരീത ഫലമുണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്കെതിരിൽ ഇങ്ങനെ നന്മയുള്ളവരാണെന്ന് കൊല്ലപ്പെട്ടത്? എന്തുകൊണ്ടാണ് അള്ളാഹു എല്ലാ ഭാഗത്തും എന്നെ സംരക്ഷിച്ചത്? അതായത് നീ പേരിന് മാത്രമുള്ള ഈ പണ്ഡിതന്മാർ എല്ലാ ഭാഗത്തും അള്ളാഹു എന്നെ സംരക്ഷപ്പെടുത്തി. എൻ്റെ കറാമത്തല്ലേ ഇത് വെളിപ്പെടുത്തുന്നത്? ഇതിൽ കറാമത്താണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും മോശക്കാരനെങ്കിൽ അള്ളാഹു എന്നെ സഹായിക്കുമോ? ഇത് ശുക്ർ ചെയ്യേണ്ട ഘട്ടമാകുന്നു. എത്ര തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം എൻ്റെ കറാമത്തായി വെളിപ്പെടുകയാണ് ചെയ്തത്. വീണ്ടും അള്ളാഹുവിൻ്റെ സഹായത്തെ പറഞ്ഞുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, സനാഉല്ലാ മിർസലി എനിക്കെതിരിൽ വെളിപ്പെടുത്തി അയാൾ പറഞ്ഞത്, എൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു, ഞാൻ അയാളുടെ സഹോദരൻ കഴിച്ചു, അതുപോലെ തന്നെ ഗർഭിണിയായി എന്ന് പറഞ്ഞു, ഇപ്പോൾ കുട്ടി ജനിക്കുമെന്ന് പറയും. മുബാഹലയുടെ പ്രതിഫലമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അയാൾ വെളിപ്പെടുത്തിയാണ് മുബാഹല ചെയ്താണ് ഇങ്ങനെ ഉണ്ടാകും. പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇപ്പോഴും എല്ലാം 14 വർഷമായിട്ട് 14 വർഷം കഴിഞ്ഞിരിക്കുന്നു. അയാൾ വളരെയധികം മോശമായ ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ പറഞ്ഞതിന് മുബാലയ്ക്ക് ശേഷം, അത് മുസ്ലിം പറയുകയാണ്, മുബാലയ്ക്ക് ശേഷം എൻ്റെ വീട്ടിൽ ഒരുപാട് ആൺകുട്ടികൾ ജനിച്ചു, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എനിക്ക് മയ്യത്ത് ചെയ്തു, ആ ലക്ഷക്കണക്കിന് പൈസ എൻ്റെ കയ്യിൽ വന്നു, ലോകത്തിൻ്റെ കോണുകളോളം എൻ്റെ പേര് അന്തസ്സോടെ ഓർമ്മിക്കപ്പെടുന്നു. മുബാഹലയിൽ പങ്കെടുത്ത എല്ലാവരും പരാജയപ്പെട്ടു, എൻ്റെ കൈയാൽ ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ ഉൾപ്പെട്ടു. അദ്ദേഹം വീണ്ടും പറയുന്നു, എല്ലാ കസൂരിയുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക. എങ്ങനെയാണ് ഞാനുമായിട്ട് വാല നടത്തിയത്? തൻ്റെ ഗ്രന്ഥത്തിൽ ഫൈസ റഹ്മാനിയിൽ അത് എഴുതുകയും ചെയ്തു. പിന്നെ ഈ മൊബൈലിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാൾ മരണപ്പെട്ടു. എങ്ങനെയാണ് ചിറാഗുദ്ദീൻ ജമ്മു എനിക്കതിൽ സ്വന്തമായി വാല നടത്തി എന്നിട്ട് നമ്മൾ ആരാണോ കള്ളൻ കൊല്ലപ്പെടുമെന്ന്, ഏതാനും ദിവസങ്ങൾക്ക് അയാൾ പ്ലേഗ് മുഖേന തൻ്റെ 2 മക്കളോടൊപ്പം അയാൾ നശിപ്പിക്കപ്പെട്ടു. ഈ ദൃഷ്ടാന്തങ്ങൾ അതങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു, ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ എല്ലാ ദിവസവും അഹമ്മദ് ജമാഅത്തിൻ്റെ പുരോഗതിയുടെ കാഴ്ചകളാണ് നാം കാണുന്നത്. വിവിധ നാടുകളിലുള്ള ആളുകൾ അള്ളാഹു അവർക്ക് സന്മാർഗത്തിൽ വഴി കൊടുക്കുന്നു. മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മറ്റ് മതമില്ലാത്തവരാണെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു മുസ്ലാം മുഖേന ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപന സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ ജമാഅത്തിൽ ഭാഗവാക്കായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സ്വപ്നങ്ങൾ മുഖേനയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക മാർഗത്തിലൂടെ ഇതിലേക്ക് വഴി നടത്തുന്നു. അഹമ്മദിയത്താണ് ശരിയായ ഇസ്ലാം, സത്യമാണെന്നും അതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. ചില പിന്തുണയുള്ള ദൃഷ്ടാന്തങ്ങളും അള്ളാഹു വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ അഹമ്മദിയത്തിൻ്റെ സത്യസാക്ഷ്യമാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇന്നത്തെ അള്ളാഹുവിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ ജമാഅത്ത് പരന്നുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ചുള്ള ഏതാനും ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. ഗിനി ബസാവോ എന്നൊരു രാഷ്ട്രമുണ്ട്. അവിടെ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ജൽസി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു മെമ്പറാണ് ഇബ്രാഹിം സാഹിബ്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു. അടുത്തുള്ള ഗ്രാമത്തിലുള്ള ഒരു ഇമാം അവിടെ വന്നു ജമാഅത്തിനെതിരിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇബ്രാഹിം സാഹിബ് പറഞ്ഞു, ഞാൻ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ മെമ്പറാകുന്നു, നിങ്ങൾ പറയുന്നത് തികച്ചും കളവാണ്. അഹമ്മദിയ ജമാഅത്ത് അള്ളാഹുവിൻ റസൂൽ അംഗീകരിക്കുന്ന സത്യ ജമാഅത്താകുന്നു. ഏതൊരു ഇമാം മഹദിയെ സംബന്ധിച്ചുള്ള പ്രവചനമാണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്, അതിനെ അംഗീകരിക്കുന്ന ജമാഅത്താകുന്നു ഇത്. നിങ്ങളൊരു ഇമാമായിട്ട് ജമാഅത്ത് ഇതിൽ കളവാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ ആ ഇമാമിന് ഒരുപാട് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നമുക്കിടയിൽ ഒരു തീരുമാനമുണ്ടാക്കട്ടെ. ഞാനാണ് കളവ് പറയുന്നതെങ്കിൽ അള്ളാഹു എനിക്ക് ശിക്ഷ നൽകട്ടെ, നിങ്ങളാണ് ഈ കളവ് പറയുന്നതെങ്കിലോ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. കുറച്ച് ദിവസത്തിനുള്ള അറിയിപ്പ് കിട്ടിയത് ഗ്രാമത്തിന് പുറത്ത് അയാൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അയാളുടെ ഒരു കാല് ഒടിഞ്ഞു എന്നാണ്. അങ്ങനെ ഇത് ഗ്രാമത്തിലെത്തിയപ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ അവിടെ സമയത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ഉറപ്പ് ഉച്ചത്തിൽ പറഞ്ഞു, അഹമ്മദിയത്ത് സത്യ ജമാഅത്താകുന്നു, അതിൻ്റെ ദൃഷ്ടാന്തം അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു പറയുകയുണ്ടായി. അങ്ങനെ അവരെല്ലാവരും അഹമ്മദിയ ജമാഅത്ത് സ്വീകരിക്കുകയുണ്ടായി. തൻസാനിയയിൽ ഗേറ്റ റീജനിൽ അവിടെ ഗ്യാ മോങ്കോ എന്നൊരു സ്ഥലമുണ്ട്. തബ്ലീഗിനിടയിൽ ഒരു കുടുംബത്തുമായിട്ട് നമ്മളെ ഒരു ബന്ധമുണ്ടായി, അവിടെ കോണ്ടാക്റ്റ് ഉണ്ടായി. ജമാഅത്ത് സംബന്ധിച്ച് വിശദമായവർക്ക് പറഞ്ഞു കൊടുത്തു. ജമാഅത്തിൻ്റെ പത്രങ്ങൾ വായിക്കാൻ കൊടുത്തു. അതിൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഏതാനും ദിവസത്തിന് ശേഷം അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇമാമു സമാൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നു. അങ്ങനെ വീട്ടിലെ എല്ലാ ആളുകളും ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. ഒരു ഭാഗത്ത് ഈ മോശം പ്രകൃതരായിട്ടുള്ള പണ്ഡിതന്മാർ ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ ഉള്ളവർ മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ ഫോട്ടോ തങ്ങളുടെ അവരുടെ കാലിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് അതിനെ ചതച്ചരയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അള്ളാഹു സഹായം നൽകുന്നു. അത് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള കാരണമായി അള്ളാഹു കൊടുക്കുന്നു. നമ്മുടെ എതിരാളികൾ മനസ്സിലാക്കുന്നത് ഇവരുടെ എതിർപ്പ് അഹമ്മദിയത്തിൻ്റെ പുരോഗതിയിൽ അതിന് തടസ്സമുണ്ടാക്കുമെന്നാണ്. അവർ പറയുന്നത് ഞങ്ങൾ അഹമ്മദിയത്തിൻ്റെ ഫിത്ന നൗസുബില്ല ലോകത്ത് നിന്ന് ഇല്ലാതാക്കുന്നതാണ്. അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ അവസാന കോട് വരെയും ഞങ്ങളതിനെ എതിർക്കുമെന്ന് പറയുന്നു. പക്ഷേ അള്ളാഹു ഇവരുടെ എതിർപ്പിലും അഹമ്മദിയത്തിൻ്റെ സത്യമാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കുക, തൻസാനിയയിൽ നിന്നുള്ളൊരു പുതിയ അഹമ്മദി പറയുന്നു, എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. ജമാഅത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ പേരാണ്. എൻ്റെ നാട്ടിൽ ഒരു ഭാഗത്ത് തബ്ലീഗ് ജമാഅത്തിൽ മൗലവി തബ്ലീഗ് ചെയ്തിന് വന്നു. ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ബയ്യത്ത് ചെയ്തു. ഞാൻ ആ സമയത്ത് ബയ്യത്ത് ചെയ്തില്ല. പക്ഷേ കൂടുതൽ വിശദീകരണം പഠിക്കുന്നതിനൊക്കെ വേണ്ടി മൗലവി സാഹിബിൻ്റെ ടെലിഫോൺ ഞാൻ വാങ്ങി. അതിനുശേഷം മൗലവി സാഹിബ് തിരിച്ചുപോയി. ഞാൻ കണ്ടത് മറ്റു കുറേ മുസ്ലിങ്ങൾ വലിയ വലിയ വാഹനങ്ങളിൽ വരുന്നു. എന്നൊരു പുതിയ അഹമ്മദികളോട് പറഞ്ഞു, അഹമ്മദികൾ കള്ളന്മാരാണ്, ഇവർ മുസ്ലിങ്ങളല്ല എന്നെല്ലാം പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ഞാൻ അഹമ്മദിയ ജമാഅത്തിൻ്റെ മൗലവി സാഹിബിനെ ഫോൺ ചെയ്തു. ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേട്ടതാണ്, പക്ഷേ ബയ്യത്ത് ചെയ്തിട്ടില്ല. നിങ്ങൾ പോയതിന് ശേഷം ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഒരു സംഘം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫിത്നയും അതുപോലെ നിങ്ങളെ ഒന്ന് അകറ്റുന്നതിനും ഫിത്ന ഉണ്ടാക്കുന്നതിനൊക്കെ ഞങ്ങളിന്ന് മാറ്റുന്നതിനെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതെന്നെ സംബന്ധിച്ചുള്ള വ്യക്തമായൊരു ദൃഷ്ടാന്തമാകുന്നു. നിങ്ങൾ സത്യവാന്മാരാണ്. ഞാനും ബയ്യത്ത് ചെയ്ത് അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ എതിർപ്പ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അവർ കുറച്ചു കാലം അദ്ദേഹം പ്രതീക്ഷിക്കുമായിരുന്നു, കുറച്ചുകൂടെ ഗവേഷണത്തിൽ ഏർപ്പെടുമായിരുന്നു. പക്ഷേ ഈ എതിർപ്പ് ഉടൻ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യത്തെ അയാൾക്ക് വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ അള്ളാഹു അഹമ്മദിയ ജമാഅത്ത് സ്വീകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വിശാലമാക്കി. ഇന്ത്യയിൽ നിന്ന് അവിടുത്തെ മുബല്ലിഗ് ഇൻചാർജ് പറയുന്നു, തബ്ലീഗിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയതാണ്. അവിടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് മുലാഖാത്ത് ചെയ്തു.
കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം പ്രകടിപ്പിച്ചു താജിർ സാഹിബ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളൊരുപാട് കാലമായി കാത്തിരിക്കുകയാണ്. രാജധാനി നേപ്പാൾ എന്ന് പറയുന്ന സ്ഥലം, അംബാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം തൻ്റെ ബാഗിൽ നിന്ന് ഒരു 1-2 കടലാസ് എടുത്തു. അതിൽ ബൈഅത്തിൻ്റെ നിബന്ധനകളും ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആൻ ഹദീസിൻ്റെ പ്രവചനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് സ്വയം തയ്യാറായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ 2016 തന്നെ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കുന്നതായി ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അദ്ദേഹം മറ്റുള്ള റേഡിയോ മറ്റെങ്ങനെ ആളുകൾക്ക് മനസ്സിലാവുന്നു മസീഹ് മൗഊദ് സത്യവാനാണെന്ന്. അദ്ദേഹത്തിന് കേട്ടപ്പോൾ അദ്ദേഹം ബൈഅത്ത് ചെയ്യാൻ തയ്യാറാണെന്ന്. അപ്പോൾ ജനങ്ങളെ എതിർക്കാൻ തുടങ്ങി. മറിച്ച് ഒരു ദിവസം എതിരാളികൾ ഒരുമിച്ച് കൂടി എന്നെ കൊല്ലാനും എന്നെ അടിക്കാനും പോലെ തൗബ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അള്ളാഹു ആ ദിവസം ശക്തമായ ഭൂചലനം അവിടെ ഉണ്ടായി. അത് എന്നെ തൗബ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകൾ, അവർക്ക് ഒരുപാട് പ്രയാസങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ അതുകൊണ്ട് അവർക്ക് എന്നിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പറയുന്നു, ഞാൻ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഈ ഭൂകമ്പം വന്നത് ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യത്തിലുള്ള തെളിവാകുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ബൈഅത്ത് ചെയ്തു, ജമാഅത്തിൽ പ്രവേശിച്ചു. തൻസാനിയ അവിടെയുള്ളൊരു സ്ഥലമുണ്ട് ബുഗുസു. അവിടെ ഒരു പുതിയൊരു അഹമ്മദിയാണ് ഇസ്മായിൽ സാഹിബ്. അദ്ദേഹം കൃഷിപ്പണിയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ചില സമയത്ത് അവിടെ മഴയുണ്ടാകും, അതുപോലത്തെ ശക്തമായ രീതിയിൽ ഇടിമിന്നലും ഒക്കെ ഉണ്ടാകും. ആഫ്രിക്കയിൽ ചില സമയത്ത് അങ്ങനെ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ ആ സമയത്ത് അവിടെയും ഇടിമിന്നലുണ്ടായി. അത് അദ്ദേഹത്തിനും പ്രയാസം ഉണ്ടാക്കി. അദ്ദേഹത്തിനടുത്താണ് ആ ഇടിമിന്നലുണ്ടായത്. അദ്ദേഹം പറയുന്നു, ഞാൻ ജമാഅത്തിന് സത്യസാക്ഷ്യമാണ് കണ്ടത്. ആകാശത്ത് വന്നിട്ടുള്ള ഇടിമിന്നൽ അത് എന്നെ എടുത്ത് ദൂരത്തേക്ക് എറിയുന്ന രീതിയിലാണ് ഉണ്ടായത്. ഞാൻ മോഹത്സപ്പെട്ടു പോയി. ഒരു ശേഷം എനിക്ക് ബോധം വീണ്ടെടുത്തപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ മഴയിൽ നനഞ്ഞുകൊണ്ട് ഞാൻ വളരെയധികം എനിക്ക് ക്ഷീണം ഉണ്ടായി, അനാരോഗ്യമായ അവസ്ഥയിലായിരുന്നു. എനിക്ക് വിളിച്ചു പറയാൻ കഴിയുമായിരുന്നില്ല. അവിടെ ഒരുപാട് ദൂരമായ സ്ഥലത്തുള്ള ആളുണ്ടായിരുന്നില്ല. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. എനിക്ക് അഹമ്മദിയത്തിന് സന്തതിനുള്ള ഒരു തെളിവ് കാണിച്ചു തന്നാലും. അങ്ങനെ ഒരാളിൻ്റെ അടുത്തെത്തി. ഞാൻ മുഴുവനും എൻ്റെ ശരീരത്തിൽ മുഴുവനും ഈ ചളിയൊക്കെ കണ്ടപ്പോഴേ മരിച്ച് ഞാൻ മരിച്ചതാണെന്ന് കണ്ടു. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയായി ഞാൻ കൈ ഉയർത്തി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ ജീവിച്ചിരിക്കുന്നു മനസ്സിലായി. എന്നെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ അയാൾ സഹായിച്ചു. അങ്ങനെ അഹമ്മദിയത്തിൻ്റെ ബർക്കത്ത് കാരണം എനിക്കൊരു പുതിയ ജീവിതം കിട്ടി. പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ വെടിമിന്നലുണ്ടായപ്പോൾ ഞാൻ മരിച്ചുപോയി എന്ന് അവിടെ വിളംബരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അഹമ്മദിയ ജമാഅത്ത് സത്യത്തിലാകുന്നു, ഞങ്ങൾ മരിക്കുന്നത് വരെ ഈ അടയാളം ഞങ്ങൾക്ക് മതിയായതാണ്. എങ്ങനെയാണ് അള്ളാഹു ഈമാൻ സുദൃഢപ്പെടുത്തുന്നത് നോക്കുക. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യത്തെ വ്യക്തമാക്കുന്നതെന്ന് നോക്കുക. മാത്രമല്ല, ആരുടെയാണോ ശരിയായ നല്ല പ്രകൃതമുള്ളത് അവരാണ് അതിൽ നിന്ന് പ്രയോജനം എടുക്കാൻ കഴിയുകയുള്ളൂ. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം അനുസരിച്ച് അള്ളാഹു എങ്ങനെയാണ് സ്വയം തന്നെ ജനങ്ങൾക്ക് നേർമാർഗം കാണിക്കുന്നത് നോക്കുക. ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് സംഭവങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ മസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ബൈഅത്ത് സംബന്ധിച്ച് അത് ആ കാലഘട്ടത്തിൽ നിലച്ചു പോയില്ല. മറിച്ച് ഇന്നും അത്തരത്തിലുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ചില സംഭവങ്ങൾ ഞാൻ കേൾപ്പിക്കാം. കുദൂന് എന്നുള്ള പണ്ടത്തെ സ്ഥലത്തുള്ളൊരു സ്ഥലമാണ്. പൊസിജ എന്ന സ്ഥലത്തിൻ്റെ അവിടെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തുണ്ട്. അതായത് ക്രിസ്ത്യാനികളിലെ സെലീറ്റഡ് എന്നുള്ളൊരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. നമ്മുടെ പള്ളിയിൽ അദ്ദേഹം വന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇസ്ലാമിൻ്റെ അധ്യാപന രഹസ്യവും മസീഹ് ഇസ്ലാമിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരിക. അപ്പോൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ അത് പറഞ്ഞു. ഞാൻ ഏതാനും ദിവസം മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവാണ് എനിക്ക് മാർഗദർശനം നൽകിയത്. ഏതാനും ദിവസം മുമ്പ് ഞാൻ സ്വപ്നത്തിൽ 2 മഹാത്മാക്കളെ കണ്ടു. അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, സൂചന നൽകിക്കൊണ്ട്, നീ ഏത് മതത്തിലാണ് നിൽക്കുന്നത് അത് ശരിയായ മാർഗമല്ല, ഹിദായത്തുള്ള മാർഗമല്ല.
മറ്റ് മഹാത്മാവ് എന്നോട് പറഞ്ഞ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വപ്നത്തിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇസ്ലാമാണ് സത്യമതമെന്ന്. ഏതായാലും അതിനുശേഷം ഞാൻ ഹദരത്ത് മസ്ലാമിൻ്റെ എൻ്റെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു. അദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇത് രണ്ടുപേരും ഞാൻ കണ്ടത്, ഇവരാണ് എനിക്ക് നേർമാർഗം കാണിച്ചു തന്നത്. അങ്ങനെ അദ്ദേഹവും തൻ്റെ കുടുംബസമേതം ഈ ക്രിസ്തു മതം ഉപേക്ഷിച്ചുകൊണ്ട് അഹമ്മദിയ മതത്തിൽ പ്രവേശിച്ചു. തൻ്റെ വീട്ടിലടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ലെക്ചറർ ഉണ്ടായിരുന്നു, ചർച്ച ഉണ്ടായിരുന്നു, അതിനെ മസ്ജിദാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഹദരത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ സഹായത്തിന് വേണ്ടി ആളുകളെ സഹായിക്കുന്നതെന്ന് നോക്കുക. അൽബാനിയ എന്ന സ്ഥലത്ത്, ഇവിടെ യൂറോപ്പിലുള്ള പ്രദേശമാണിത്. ഇവിടെ ഒരു യുവാവ് ഉണ്ടായിരുന്നു, ജാഹിർ സാഹിബ്. എക്കണോമിയിൽ അദ്ദേഹം മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം ജമാഅത്തിനെ സംബന്ധിച്ച് ഇൻ്റർനെറ്റ് മുഖേന അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജമാഅത്തിനെതിരുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മസ്ജിദിൽ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് വരിക. അതായത് എതിരാളികളുടെ പുസ്തകങ്ങളാണ് അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നത്. നായിബ് സദർ സാഹിബ് അവിടെ ഉണ്ടായിരുന്നു, ജമാഅത്തിലെ ബേർ അഹമ്മദ് സാഹിബ്. അദ്ദേഹവുമായിട്ട് നീണ്ട സംസാരങ്ങൾ നടത്തി, തെളിവുകൾ മുഖേന മറുപടി കൊടുത്തു. അപ്പോൾ അവരോട് പറഞ്ഞു, ഹദരത്ത് അഖ്ദസ് മസീഹ് ഇസ്ലാമിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ നല്ലപോലെ വായിച്ചു നോക്കുക. അങ്ങനെ പുസ്തകങ്ങൾ വായന തുടങ്ങി. ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ തുടങ്ങി. യഥാർത്ഥ ഇസ്ലാം അഹമ്മദിയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം മനസ്സിലാക്കി, ഹദരത്ത് മസീഹ് ഇസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ആദ്യം മീത സാഹിബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ പിന്നീട് ഈ മസീഹ എന്നുള്ള പേര് പറയാൻ തുടങ്ങി. കൂടുതലായിട്ട് അദ്ദേഹം ഗവേഷണം നടത്താൻ തുടങ്ങി. അവസാനം അദ്ദേഹം ഇസ്ലാമി ഉസുൽ കി ഫിസലഫി എന്നുള്ളതിൻ്റെ പുസ്തകം തർജ്ജമ വായിച്ചു. അത് അദ്ദേഹത്തിന് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നാൽ അദ്ദേഹം 2 പ്രാവശ്യം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഹദരത്ത് മസീഹ് ഇസ്ലാമിനെ അദ്ദേഹം കണ്ടു. അതിൽ മസീഹ് ഇസ്ലാം അദ്ദേഹത്തിന് ഖിലാഫത്തുമായി ചേർക്കാൻ വേണ്ടി ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. അങ്ങനെ ജമാഅത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം ഇദ്ദേഹം കൃത്യമായി ജമാഅത്തിൻ്റെ വെബ്സൈറ്റ് മറ്റ് കൃത്യമായി അദ്ദേഹം വീക്ഷിക്കുന്നു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആയത്തുകൾ, ജമാഅത്തിൻ്റെ തഫ്സീറുകൾ അദ്ദേഹം അതിന് വിശദീകരിക്കുന്നു, പഠിക്കുന്നതിന് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് വളരെ ആത്മാർത്ഥതയോടെയാണ് ജമാഅത്തിൽ പ്രവേശിച്ചത്. തൻസാനിയയിൽ മറ്റൊരു സ്ഥലമുണ്ട്, ലഹൂഹു എന്നൊരു സ്ഥലം. ഇവിടെയുള്ളൊരു സ്ത്രീ അദ്ദേഹം അവർ വന്ന് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും സ്വപ്നത്തിൽ കാണുന്നത് ഇസ്ലാം സ്വീകരിക്കാൻ നിങ്ങൾ സമാധാനത്തിലെത്തുന്നതിനോട് പറയുന്നു. നമ്മുടെ മൗലവി മസീഹ് ഇസ്ലാമിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ സ്ത്രീ പറഞ്ഞു, ഈ വ്യക്തി തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇസ്ലാം അഹമ്മദിയത്തെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അവർ ബയ്യത്ത് ചെയ്തു. കിർഗിസ്ഥാൻ റഷ്യയുടെ പ്രദേശങ്ങളിൽപ്പെട്ട സ്ഥലമായിരുന്നു. ഇവിടെ ഒരാളുണ്ട്, സർജാനു സാഹിബ്. ഞാൻ കിർഗിസ്ഥാനിലെ പഴയ മുഫ്തിയുടെ അവിടെയുള്ളൊരു സ്ത്രീ ആണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന പഴയ മുഫ്തിയുടെ ജലീലോഫ് ഞാൻ നമസ്കരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടത് എൻ്റെ സഹോദരനും നമസ്കരിക്കാൻ തുടങ്ങിയതായിട്ടാണ്. നല്ല മാറ്റങ്ങളെല്ലാം അയാൾ കാണാൻ തുടങ്ങി. എനിക്കറിയാൻ കഴിഞ്ഞ അയാളുടെ ഒരു സുഹൃത്തുണ്ട്, അയാൾ അഹമ്മദിയാണെന്ന് മനസ്സിലായി. അയാളാണ് ജമാഅത്തെ സംബന്ധിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ദജ്ജാലിനെ സംബന്ധിച്ചൊരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ദജ്ജാലിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കി തന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ സഹോദരൻ തെറ്റിലാണെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം എനിക്കത് സംബന്ധിച്ച് എനിക്ക് താല്പര്യമുണ്ടായി. കുറച്ച് കാലത്തിന് ശേഷം എൻ്റെ സഹോദരൻ അഹമ്മദിയ സുഹൃത്തിന് ജമാഅത്ത് വെച്ചാൽ എനിക്കും പറഞ്ഞു തരാൻ തുടങ്ങി. വിശുദ്ധ ഖുർആൻ ഹദീസ് മുഖേന അഹമ്മദിയത്താണ് ശരിയായ മാർഗമെന്നും അങ്ങനെ എനിക്ക് ആ സമയത്തിന് ശേഷം മതം എന്ന് പറയുന്ന കഥ അല്ല യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഒരു ദിവസം എൻ്റെ അഹമ്മദിയ സുഹൃത്ത് അഹമ്മദിയ ജമാഅത്തിലേക്ക് കൊണ്ടുപോകുന്നതായി കണ്ടു. അങ്ങനെ ഞാൻ അഹമ്മദിയ മതം സ്വീകരിച്ചു. ഞാൻ ഹദരത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം ആണ് മഹദി മസീഹ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്തോനേഷ്യ
ഉള്ള ഒരു പുതിയ അഹമ്മദി എന്നോട് പറഞ്ഞത് അഹമ്മദി ജമാഅത്ത് തെറ്റിലാണെന്നാണ്. ഞാൻ അഹമ്മദി ജമാഅത്തിൽ ചേരുന്നതിന് പകരം മറ്റൊരു ജമാഅത്ത് ഞാൻ പ്രവേശിച്ചു. അത് രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു. 1952 അടുത്ത് അമീറിനെ പിടികൂടിയതായിരുന്നു. ഞാൻ അയാളുടെ പിൻഗാമിയിൽ ബയ്യത്ത് ചെയ്തു. ഞാൻ ആ സമയത്ത് ഇസ്തിഖാർ ചെയ്തു. ഞാനൊരു മഹാനെ കണ്ടു. ഞാനാണ് ഈ മുഹമ്മദി എന്ന് എന്നോട് പറയുന്നു. ഞാൻ മിർസ ഗുലാം മുഹമ്മദാണെന്ന് എന്നോട് പറയുന്നു. ആ സ്വപ്നത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ച വിഭാഗം ഞാൻ ഒഴിവാക്കി. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ തന്നെ നിൽക്കണം അല്ലെങ്കിൽ കൊല്ലുമെന്ന് എന്നോട് പറഞ്ഞു. ഏതായാലും അതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഒരു അഹമ്മദിയുമായിട്ട് എനിക്ക് മുലാഖാത്തായി. അദ്ദേഹം എന്നെ തബ്ലീഗ് ചെയ്തു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഇമാം നബിയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടാവും, അതെനിക്ക് മനസ്സിലാക്കി തരിക എന്ന് പറഞ്ഞു. എനിക്കൊരു പുസ്തകം തന്നു. ഞാൻ അതിനുശേഷം വീണ്ടും ഒരു പള്ളി ഞാൻ കണ്ടു. അതിൽ അഹമ്മദിയ നെയ്യുണ്ടായിരുന്നു. അവിടെ ഇന്ത്യൻ വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടു. ഉള്ളിലേക്ക് വരാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു സ്വപ്നത്തിൽ. ഏതായിരുന്നാലും 3 ദിവസത്തിന് ശേഷം എനിക്ക് ഇസ്ലാം മതത്തിൽ ഞാൻ എന്ന പുസ്തകം എനിക്ക് വായിക്കാൻ തന്നു. ഞാൻ ആ പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യ തുടക്കത്തിൽ തന്നെ ഹദ്റത്ത് മസീഹ് ഇസ്ലാം ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം സ്വപ്നത്തിൽ കണ്ട അതേ മഹാത്മാവാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ആ പുസ്തകം ആദ്യ അവസാനം വായിച്ചു. അതിന് ശേഷം ബയ്യത്ത് ചെയ്തു. ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു യുവാവിനെ തബ്ലീഗ് ചെയ്യുകയുണ്ടായി. അവിടെയുള്ളൊരു സംഭവമാണ്. അദ്ദേഹം കൊണ്ട് ബയ്യത്ത് ചെയ്തു. തിരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തു. ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ പുസ്തകങ്ങൾ ഫോട്ടോ ഉള്ള ബ്രോഷറും കൊടുത്തു. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ പിതാവ് ചോദിച്ചത് എന്താണെന്ന്, ഇത് ആരുടെ ഫോട്ടോ ആണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് ഇമാം മഹദിയുടെ ഫോട്ടോ ആണെന്ന് പറഞ്ഞു. ഞാൻ ബയ്യത്ത് ചെയ്തു എന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണോ, ഇന്ന് ഞാനും ബയ്യത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹം തുറന്നു കൊടുത്തു. അല്ലാഹു नारे तकबीर एक जगह है സക്കാസോ എന്ന റീജിയൻ മാലിയിലുള്ള സ്ഥലമാണ്. അവിടെ ഒരു സുഹൃത്ത് ആദം സാഹിബ് എന്ന പേരിലുണ്ട്. അദ്ദേഹം മിഷൻ ഹൗസിൽ വന്നു. ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അഹമ്മദിയ റേഡിയോ സ്ഥിരമായി കാണുന്നു താല്പര്യത്തോടു കൂടി. അങ്ങനെ അദ്ദേഹത്തിന് കണ്ണ് അടച്ചു പോയി. അങ്ങനെ കേട്ട് അപ്പോൾ സ്വപ്നത്തിൽ കാണുന്നത് അദ്ദേഹം ഓടി ഒരു നല്ലൊരു തോട്ടത്തിലെത്തിയിരിക്കുന്നു. അവിടെ എല്ലാ തരത്തിലുള്ള പഴങ്ങളും പൂക്കളുമുണ്ട്. അപ്പോൾ കണ്ട് റസൂലുള്ളാഹി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖലീഫമാരുടെ സഹാബാക്കളോടൊപ്പം ഇരിക്കുന്നതായി കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സവിധത്തിൽ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് സൂചന കൊണ്ട് പറഞ്ഞു, ഇമാം മഹദി അലി ഇസ്ലാമാണ്, അദ്ദേഹത്തിന് പോയി ബയ്യത്ത് ചെയ്യുക എന്നോട് പറഞ്ഞു. ആദം സാഹിബ് പറഞ്ഞു, ഈ സ്വപ്നത്തിന് ശേഷം ഇപ്പോഴും ഞാൻ ബയ്യത്ത് ചെയ്തില്ലെങ്കിൽ ഞാൻ റസൂലുള്ളാഹി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കരിക്കുന്നവനായി തീരുമല്ലോ. അതുകൊണ്ട് എന്നോട് ഉടനെ എൻ്റെ ബയ്യത്ത് സ്വീകരിക്കണമെന്ന് പറയുകയുണ്ടായി. ഈ തരത്തിലുള്ള പിന്തുണകൾ, ഈ തരത്തിലുള്ള അടയാളങ്ങൾ, ഇത് അള്ളാഹു എന്നുള്ള ഈ മാർഗനിർദ്ദേശം ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം മസീഹ് മഹദിയും ആണെന്നുള്ള തെളിവല്ലേ? ആ മഹാത്മാവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രവചനങ്ങളുടെ പൂർത്തീകരണമല്ലേ ഇത്? ഹൃദയം ശുദ്ധമാണെങ്കിൽ ഈ നാമമാത്രമായ പണ്ഡിതന്മാർക്ക് പിന്നാലെ നടക്കുന്നതിന് പകരം ഓരോ മുസ്ലിമും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് നേർമാർഗം അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് ജമാഅത്ത് സംബന്ധിച്ച് കൃത്യമായ തീരുമാനമെടുക്കുകയും വേണം. എതിർക്കുകയല്ല വേണ്ടത്. ഇസ്ലാം പറയുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് അതിനെ തകർക്കാൻ ആർക്ക് കഴിയും? നിങ്ങൾക്കറിയില്ലേ രാജാവിനെല്ലാം കഴിയുമെന്ന്? ആകാശഭൂമികളുടെ രാജാവ് എങ്ങനെയാണ് ക്ഷീണിക്കുക? ഇന്നേക്ക് 25 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് അള്ളാഹു എനിക്ക് അറിയിപ്പ് നൽകി,
എൻ്റെ അടുത്ത് അന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു വർഷം പോലും എനിക്ക് കത്ത് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. തികച്ചും ആരും അറിയാത്ത അവസ്ഥയിൽ ഞാൻ ആ സമയത്ത് ഞാൻ വിളംബരപ്പെടുത്തി. അതെല്ലാം ബറഹാനി അഹമ്മദിയിലുണ്ട്. എതിരാളികൾ ഉണ്ടായിരുന്നു അന്ന്. അവരുടെ ക്രിസ്ത്യാനികൾ എല്ലാവരും, അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും മക്കയും മദീനയും എല്ലാം എൻ്റെ സന്ദേശം എത്തി. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, യഅ്തൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് വയഅ്തീക മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നിൻ്റെ അടുത്തേക്ക് ദൂരസ്ഥലങ്ങളിൽ ആളുകൾ വരുന്നതാണ്. അവരുടെ വരുന്ന വഴികൾ കുണ്ടും കുഴികളുമായി തീരുന്നതാണ്. വീണ്ടും പറയുന്നു, അവരൊരുപാട് വരുന്നതാണ്. അവരിൽ നിന്ന് ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. ഒരു തരത്തിലും നീ അവരോട് മോശമായി പെരുമാറരുത്. ഇത് പൊതുവായിട്ട് സംഗതിയാണ്. ജനങ്ങൾ കൂടുതലായി വരുമ്പോൾ മനുഷ്യൻ ആളുകൾ കൂടി വരുന്നതിൽ അസ്വസ്ഥരാകാറുണ്ട്. അതിൽ നിന്ന് മുഖം തിരിക്കാറുണ്ട്. അതും ഒരു തരത്തിലുള്ള മോശമായ പെരുമാറ്റമാണ്. വീണ്ടും പറയുന്നു, നീ ഒരിക്കലും തന്നെ അതിൽ ക്ഷീണിച്ചു പോകരുത്. എല്ലാ തരത്തിലും ആദ്യത്തെ പരിഗണന പൂർത്തീകരിക്കേണ്ടതാണ്. ഈ ഒരു സംഭവം ഉണ്ടായത് അന്ന് ആരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കിന്ന് കാണാം എങ്ങനെയാണ് മുഅ്ജിസത്ത് ഉണ്ടായത്. എത്ര വലിയ ദൃഷ്ടാന്തമാണിത്. അള്ളാഹു ആലിമുൽ ഗൈബാണെന്നും തെളിയിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള തെളിവുകൾ ആലിമുൽ ഗൈബായ അള്ളാഹു അല്ല മറ്റാർക്കാണ് തെളിയിക്കുക? ഞാൻ ഒരിക്കലും ഒരു ജ്യോതിഷിക്കോ ഒന്നും തന്നെ ഇത് പറയാൻ സാധ്യമല്ല. ശരിയായൊരു മുഅ്മിനിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ആനന്ദമുണ്ടാകും. അയാൾക്ക് ഉറപ്പിച്ചു പറയുമെങ്കിൽ അള്ളാഹു ഉണ്ട് എന്ന് അവൻ അഭൗമികമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇന്ന് ഒരുപാട് ആളുകൾ അതിഥികൾ വന്ന് വരുന്നതിനോട് പറഞ്ഞു. അവർക്ക് ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് താമസിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ എന്നോട് പറഞ്ഞു, യഅ്തീക മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇന്ന് കാര്യം നോക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് ഗസ്റ്റ് ഹൗസുകൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതൊരു പ്രവർത്തനത്തിന് വേണ്ടിയാണോ അള്ളാഹു സ്വയം ചെയ്യുമെന്ന് പറഞ്ഞത് അവൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ്റെ മാർഗ്ഗം തടയാൻ ആർക്ക് കഴിയും? അവൻ എല്ലാ കാര്യങ്ങളും സ്വയം അതിന് പൂർത്തീകരിക്കുന്നതിനൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് മനുഷ്യകൃതങ്ങൾക്ക് സാധ്യമല്ല. ഇത്രയും കാലങ്ങൾക്ക് മുമ്പ് പ്രവചനം നൽകുകയും അന്ന് ഒരു കുട്ടി ജനിച്ച് ഒരു മക്കളായി തീരുന്ന അവസ്ഥയിൽ ആ കാലഘട്ടം വരെ അത് ആയിരിക്കുന്നു. അത് അള്ളാഹുവിൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. സത്യവാനായിട്ടുള്ള ആളുടെ അടയാളം എന്ന് പ്രവചനമാകുന്നു. ഇത് വലിയ അടയാളമാകുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈമാൻ ചിന്തിക്കുന്നതുകൊണ്ടാണ് വർദ്ധിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ചിന്തിക്കുന്നില്ലെങ്കിൽ അവർ വഴിതെറ്റി പോകുന്നതാണ്. മനുഷ്യൻ തൻ്റെ ഈമാനിൽ വിജയിക്കണമെങ്കിൽ, അതിൽ പുരോഗതിപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ വാക്കുകളും അതുപോലെ തന്നെ കർമ്മങ്ങളെയും നോക്കേണ്ടതാണ്. ഇതിനു വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അള്ളാഹുള്ള വിശ്വാസം വർദ്ധിക്കുമാറാകണം. മറ്റൊരു മതത്തിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ധൈര്യം എവിടെയാണുള്ളത്? പുതിയ പുതിയ ദൃഷ്ടാന്തങ്ങൾ ആർക്കാണ് കാണാൻ കഴിയുക? ജമാഅത്തിലെ ആളുകൾക്കറിയാം എങ്ങനെയാണ് എത്രമാത്രം അടയാളങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർക്കറിയാം. ഇത് അള്ളാഹുവിൻ്റെ മാത്രം കച്ചവടമാകുന്നു. മറ്റാർക്കും തന്നെ ഇതിലൊരു ഇടപാടുമില്ല. ഇന്ന് നിങ്ങൾ ഖാദിയാനിൽ ജലസയിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും തങ്ങളുടെ വിവിധ നാടുകളിലിരുന്ന് ജലസയിൽ പങ്കെടുക്കുന്നവർ നിങ്ങളിതിന് സാക്ഷ്യപ്പെടുത്തുന്നത് ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം തീർച്ചയായും മഹദിയും മഹസീഹുമാണ്. റസൂലുള്ളാഹി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനമനുസരിച്ച് വന്ന മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം അള്ളാഹുവിൻ്റെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ പിന്തുണയുമുണ്ട്. ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഓരോ അഹമ്മദിയും ഇന്ന് ശപഥമെടുക്കേണ്ടത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ മിഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിലും ആത്മീയവും ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അതിന് നന്നാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ ദുആ ചെയ്യുന്നതാണ്. ഈ ദുആയിൽ ഫലസ്തീനി സുഹൃത്തുക്കളെയും സഹോദരി സഹോദരന്മാരെയും ഓർക്കുക. അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ഈ പ്രയാസം അവർ രക്ഷിക്കുമാറാകട്ടെ. പൊതുവായിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അവിടെ രാജാധിപന്മാർ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാക്കി വെച്ചിരിക്കുന്നു. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. കൽത്തുറുങ്ങളിലെ അഹമ്മദികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. പുതിയ വർഷം തുടരുകയാണ് നാളെ മുതൽ. ഇന്ന് രാത്രിയിൽ തഹജ്ജുദിൽ പുതിയ വർഷത്തിൽ എല്ലാ തരത്തിലുള്ള സുൽമും എല്ലാം ഇല്ലാതാകുന്നതിന് വേണ്ടി ദുആ ചെയ്യുക. ലോകത്തിന് ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അദ്ദേഹത്തിന് ഉൾക്കൊള്ളുന്നതിനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവരെയും അവൻ്റെ സംരക്ഷണത്തിലാക്കുമാറാകട്ടെ. ഖാദിയാനിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 14,000 ചില്ലാനായി 15,000-ഓളം ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ
42 രാഷ്ട്രങ്ങളുടെ അവിടെ പ്രാതിനിധ്യമുണ്ട്. അള്ളാഹു ഈ ജലസ എല്ലാ നിലയ്ക്കും അനുഗ്രഹീതമാക്കട്ടെ. പ്രത്യേകിച്ചും പുതിയ വർഷം എല്ലാ നിലയ്ക്കും അനുഗ്രഹീതമായി ദുആ ചെയ്യുക. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനും കാരുണ്യം വർഷിക്കുമാറാകട്ടെ. അഹമ്മദിയ മതത്തിൻ്റെ പുരോഗതിയും അടുത്ത വർഷങ്ങളിലും കൂടുതൽ തെളിമയോടുകൂടി ഉണ്ടായി അള്ളാഹു നൽകുമാറാകട്ടെ, പുരോഗതി നൽകുമാറാകട്ടെ. ദുആ ചെയ്യാം. ആമീൻ.